പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്രിസ്തീയ ജീവിതം നയിക്കേണ്ട വിധങ്ങൾ നമ്മളെ ദൈവം ധ്യാനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവവചന വെളിച്ചത്തിൽ പല ചിന്തകൾ നമ്മൾ ഈ നാളുകളിൽ അതുമായി ബന്ധപ്പെട്ട് ധ്യാനിച്ചു. ഒരു ചിന്ത കൂടെ അതോടെ ചേർത്ത് വയ്ക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം സന്തോഷത്തിൻ്റെ ലേഖനം എന്നാണ് അറിയപ്പെടുന്നത്. അത് കാരാഗ്രഹ ലേഖനങ്ങളിലൊന്നാണ്. റോമൻ കൈസർ തൻ്റെ ഭാവി സംബന്ധിച്ച് എന്ത് വിധി പറയുമെന്നറിയാൻ റോമിലെ തടവറയിൽ കാരാഗ്രഹത്തിൽ ബന്ധനത്തിൽ കിടന്നുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനം എഴുതുന്നത്. തടവറയിൽ കൈകാലുകളിൽ ചങ്ങലകളാൽ ബന്ധിതനായി കിടക്കുമ്പോഴും അദ്ദേഹം എഴുതുന്നത് സന്തോഷത്തെക്കുറിച്ചാണ്. അതുതന്നെ വലിയ ഒരു അത്ഭുതമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ, കൈക്കോ കാലിനോ ഒരു ചങ്ങല വീണാൽ, നമ്മളേതെങ്കിലും തടവറയിലായാൽ നമ്മുടെ സന്തോഷമെല്ലാം ചോർന്നു പോകും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊറോണയുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ വല്ലാതെ അങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോയി. കാരണം അവർക്ക് സ്വന്തം വീട് ഒരു തടവറ പോലെ. പല ആളുകളും വീട്ടിൽ അതിൻ്റെ പേരിൽ ഒരുപാട് കലഹങ്ങളൊക്കെ അറിയാതെ അങ്ങ് ഉണ്ടാക്കിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഈ തടവ് അല്ലെങ്കിൽ ബന്ധനം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക്. എന്നാൽ കൈകളും കാലുകളും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് തടവറയിൽ കിടക്കുന്നുവെന്ന് മാത്രമല്ല, ഭാവിയിൽ വരാൻ പോകുന്ന വിധി തനിക്ക് അനുകൂലമായിരിക്കില്ലെന്ന് പൗലോസ്ലീഹയ്ക്ക് എതിരെയുള്ള ആ അനുഭവം വെച്ചുകൊണ്ട് അറിയാമായിരിക്കെ മരണം മുന്നിലുണ്ടെന്ന് അറിഞ്ഞപ്പോഴും അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്നത് സന്തോഷത്തെക്കുറിച്ചാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഈ സന്തോഷമെന്നൊക്കെ പറയുന്ന സംഗതി, പ്രിയപ്പെട്ടവരെ, ജഡീകമായ സന്തോഷമുണ്ട്, ആത്മീകമായ സന്തോഷമുണ്ട്, മാനസികമായ സന്തോഷമുണ്ട്. ജഡീക സന്തോഷമാണ് ഈ കാലഘട്ടത്തിൽ ഭൂരിപക്ഷം പേരും സന്തോഷം എന്നൊക്കെ വിലയിരുത്തുന്നത്. പിന്നെ കുറേ ആളുകൾ മാനസിക സന്തോഷത്തെക്കുറിച്ചും അത് സന്തോഷമാണ്, അതാണ് ശരിയായ സന്തോഷമെന്ന് വിലയിരുത്തുന്നു. ജഡീക സന്തോഷവും മാനസിക സന്തോഷവും എന്നൊക്കെ പറയുന്നത് ജഡത്തിൽ വസിക്കുന്ന മനുഷ്യന് താൽക്കാലികമായി ലഭ്യമാകുന്ന സന്തോഷങ്ങളാണ്. ശാശ്വതമായി ഒരു മനുഷ്യന് ലഭ്യമാകുന്ന സന്തോഷത്തിൻ്റെ പേര് ആത്മീക സന്തോഷമെന്നാണ്. ഈ ആത്മീക സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ശരിയായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം സന്തോഷത്തിന് മാനദണ്ഡം വയ്ക്കുന്നത് ജഡീകവും മാനസികവുമായ സന്തോഷവുമായി ചേർത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ നാം പലപ്പോഴും നിരാശപ്പെട്ടു പോകേണ്ടി വരുന്നത്. ആത്മീക സന്തോഷമാണ് ഒരു ദൈവ പൈതലിനെ പരമാനന്ദത്തിലേക്ക് നടത്തേണ്ടത്. ഈ സന്തോഷത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ എഴുതുന്നതും പ്രബോധിപ്പിക്കുന്നതും. അതാണ് നമ്മൾ പ്രാപിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതും പ്രകടിപ്പിക്കേണ്ടതും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതി, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. കർത്താവിൽ സന്തോഷിപ്പീൻ. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നുണ്ട്, കർത്താവിൽ സന്തോഷിപ്പീൻ. സന്തോഷത്തിന് ഒരുപാട് മേഖലകളുണ്ട്. ആദ്യം പറഞ്ഞല്ലോ, സന്തോഷത്തിന് ഒരുപാട് മുഖാന്തിരങ്ങളുമുണ്ട്. ചിലർ മദ്യപാനത്തിൽ സന്തോഷിക്കുന്നു, ചിലർ വ്യഭിചാര സുഖത്തിൽ സന്തോഷിക്കുന്നു, ചിലർ അശുദ്ധ കാഴ്ചകളിൽ സന്തോഷിക്കുന്നു, ചിലർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷിക്കുന്നു, ചിലർ മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സന്തോഷിക്കുന്നു, ചിലർ മറ്റുള്ളവരുടെ സ്വത്ത് കൈവശപ്പെടുത്തി അവകാശിക്കുന്നതിൽ സന്തോഷിക്കുന്നു, വേറെ ചില ആളുകൾ ഒരു കുടുംബജീവിതത്തിൽ സന്തോഷിക്കുന്നു, ഇനിയും ചില ആളുകൾ അവരുടെ മക്കളുമൊത്തുള്ള ജീവിതത്തിൽ സന്തോഷിക്കുന്നു, ഇനിയും ചില ആളുകൾ അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിൽ സന്തോഷിക്കുന്നു, ഇനിയും ചില ആളുകൾ അവരുടെ ആരോഗ്യപരമായ ബലത്തിൽ സന്തോഷിക്കുന്നു, ചില ആളുകൾ അവരുടെ ബിസിനസ്സിൽ സന്തോഷിക്കുന്നു, ചില ആളുകൾ അവരുടെ വരുമാന സ്രോതസ്സുകളിലൊക്കെ സന്തോഷിക്കുന്നു, ചില ആളുകൾ അവരുടെ പദവികളിൽ സന്തോഷിക്കുന്നു. ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവുമായ ഒരുപാട് സന്തോഷ മേഖലകളുണ്ട്.
എന്നാൽ ഇവിടെ അപ്പോസ്തലൻ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പീൻ. ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഭാഗ്യമെന്ന് പറയുന്നത് ഈ കർത്താവിലുള്ള സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു സന്തോഷ നിലവാരത്തിൽ എത്തിപ്പെടുന്നതിൽ നാം പരാജയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മുഖം വാടിപ്പോകുന്നതും നിരാശപ്പെട്ടു പോകുന്നതും. കർത്താവിലാണ് സന്തോഷിക്കേണ്ടത്. അത് അപ്പോസ്തലൻ ആവർത്തിച്ച് പറയുന്നുണ്ട് 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാനാണ് അപ്പോസ്തലൻ പറയുന്നത്. ഈ കർത്താവിലുള്ള സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ലോകം തരുന്ന സന്തോഷം പോലെയല്ല, പ്രിയപ്പെട്ടവർ തരുന്ന സന്തോഷം പോലെയല്ല, സ്വത്തോ ജോലിയോ സ്ഥാനമോ മാനമോ മഹിമയോ തരുന്ന സന്തോഷം പോലെയല്ല. ഈ സന്തോഷത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? അവൻ, കർത്താവ്, എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി തീർന്നിട്ട് എൻ്റെ പാപത്തിൽ നിന്ന് എനിക്ക് വിടുതലും മോചനവും മോക്ഷവും നൽകിയ സന്തോഷമാണ് കർത്താവിലുള്ള സന്തോഷം. അത് വേറെ ആരും തന്നിട്ടില്ല, വേറെ ആരും തരികയുമില്ല. ഈ സന്തോഷം എനിക്ക് തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് പുത്രൻ മുഖാന്തരം പിതാവ് നൽകിയതാണ്. അത് പരിശുദ്ധാത്മാവിൽ ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ശാശ്വതമായ സന്തോഷം. പാപമോചനം പ്രാപിക്കുന്ന ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്ന സന്തോഷം. പാപമോചനം പ്രാപിച്ച ഒരു ദൈവ പൈതലിൻ്റെ ആത്മാവിൽ ആ വ്യക്തി അനുഭവിക്കുന്ന അവർണ്ണനീയമായ ഒരു ആനന്ദമുണ്ട്. അതാണ് കർത്താവിലുള്ള സന്തോഷമെന്ന് ഇവിടെ വിവക്ഷിക്കുന്നത്. അത് പാപമോചനം പ്രാപിച്ചവർക്ക് മാത്രം സിദ്ധിക്കുന്നതാണ്. വേഷം കെട്ട് ക്രിസ്ത്യാനികൾക്കൊന്നും ഈ മഹാസന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. ഈ മഹാസന്തോഷം അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പരിജ്ഞാനപ്പെട്ട് ഉള്ളത്തിൽ നിന്ന് വിളങ്ങി പുറത്തു വരണമെങ്കിൽ ക്രിസ്തു എനിക്ക് പാപമോചനം നൽകിയിരിക്കുന്നുവെന്ന വലിയ പരിജ്ഞാനത്തിലേക്ക് എത്തണം. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്തുവിലുള്ള സന്തോഷം. ആ സന്തോഷത്തിൻ്റെ പ്രത്യേകത ഏതാണ്? രണ്ടാമത് അതോട് ചേർത്ത് പറഞ്ഞാൽ, പാപത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടുക മാത്രമല്ല, പാപത്തിൻ്റെ ശിക്ഷ എൻ്റെ മേൽ വരേണ്ടത് നീങ്ങിപ്പോയി, അവൻ നീക്കിക്കളഞ്ഞു. ശിക്ഷിക്കപ്പെട്ടേ തീരൂ എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയുടെ ശിക്ഷ മാറിക്കിട്ടുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു അവർണ്ണനീയ സന്തോഷമുണ്ട്. അത് എന്താ പറയുക, പകരം വയ്ക്കാനില്ലാത്ത ഒരു സന്തോഷമാണ്. ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായിട്ടും ആ ശിക്ഷ എൻ്റെ മേൽ നിന്ന് മാറിപ്പോയി എങ്കിൽ, അത് എൻ്റെ മേൽ നിന്നൊരാൾ മാറ്റിക്കളഞ്ഞുവെങ്കിൽ, അങ്ങനെ എൻ്റെ മേൽ വരേണ്ട പാപത്തിൻ്റെ ശിക്ഷയാകുന്ന മരണം എനിക്ക് പകരം ഏറ്റെടുത്ത് മാറ്റിത്തന്ന കർത്താവ് എന്നോട് പറയുന്നു, സന്തോഷിക്കുക, നിൻ്റെ ശിക്ഷ മാറിപ്പോയി, ഇപ്പോൾ നിൻ്റെ മേൽ ശിക്ഷയില്ല, നീ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന്. ഇത് വേറെ ആരും തന്നിട്ടില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ സന്തോഷിക്കണമെന്ന് പറഞ്ഞത്. പാപത്തിന് ശിക്ഷയുണ്ട്, ഉറപ്പാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപി ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ. എന്നാൽ പാപി ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ എന്ന ആ ദൈവിക പ്രമാണം നിലനിൽക്കുമ്പോൾ തന്നെ ആ ശിക്ഷ നടപ്പിലാക്കുവാൻ ദൈവം, ത്രിയേക ദൈവം കൂടിയാലോചിച്ച് തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരമെടുത്ത് പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായി അവൻ ഈ ലോകത്ത് ജീവിച്ച് പാപിയായ മനുഷ്യൻ്റെ മേൽ അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായി വരേണ്ട മരണം, ശിക്ഷ മുഴുവനും സകല പീഡകളും യേശുക്രിസ്തു എന്ന പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായി അവൻ ഏറ്റെടുത്ത് നമുക്ക് മോചനം തന്നിരിക്കുകയാണ്. ക്രിസ്തുവിൽ സന്തോഷിപ്പീൻ, കാരണമുണ്ട്. അവൻ നമ്മുടെ ശിക്ഷ മാറ്റിത്തന്നവനാണ്. അവൻ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്ത് നമുക്ക് മോചനം പ്രഖ്യാപിച്ചവനാണ്. ഇനി നമ്മുടെ മേൽ ശിക്ഷയില്ല. അതുകൊണ്ടാണല്ലോ റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ എഴുതിയത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന്. അവൻ ശിക്ഷയെടുത്തു, അവൻ നമുക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ടു.
അവൻ നമ്മുടെ ശിക്ഷ മാറ്റി. ഇനി നമ്മുടെ മേൽ ശിക്ഷയില്ല എന്ന് വരുന്നു. ഇത് കേട്ടിട്ട് ദൈവമക്കളെ, ആരാണ് ഈ ശിക്ഷ ഒഴിഞ്ഞ് കിട്ടിയവർ എന്നുകൂടെ തിരിച്ചറിയണം. ക്രിസ്തുവിലായി തീർന്നവരാണ്, ക്രിസ്തുവിൽ ചേർക്കപ്പെട്ടവരാണ്, ക്രിസ്തു സഭയിൽ അവകാശം പ്രാപിച്ചവരാണ്. അവരാണ് ഈ ശിക്ഷ ഒഴിഞ്ഞു കിട്ടിയവർ എന്ന് തിരിച്ചറിയണം. എല്ലാവരുടെയും ശിക്ഷ ഒഴിഞ്ഞു കിട്ടി എന്നൊക്കെ നമ്മളങ്ങ് ആശ്വസിക്കാൻ വരട്ടെ. നമ്മൾ ഈ ശാശ്വതമായ രക്ഷ നമുക്ക് നൽകിയ കർത്താവ് സകലർക്കും വേണ്ടിയാണിത് സാധിപ്പിച്ചത് എന്ന സത്യം നിലനിൽക്കുമ്പോൾ തന്നെ അത് അവകാശിച്ച് ഇതിനകത്ത് വരേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ രക്ഷ, ശിക്ഷ മാറിക്കിട്ടിയതിൻ്റെ പേരല്ലേ രക്ഷ, ഇത് നമുക്ക് അവകാശമായി തന്ന ആ കർത്താവിൽ സന്തോഷിക്കാനാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരോട് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മാവിൻ്റെ സന്തോഷം ലോകത്തെ ഒരു മുഖാന്തരങ്ങളുമായി ബന്ധപ്പെട്ടതല്ല എന്ന്. അപ്പോൾ അവൻ നമ്മുടെ പാപം മോചിച്ചു എന്നുള്ളത് മാത്രമല്ല, അവൻ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്ത് മാറ്റിത്തന്നു എന്നുള്ളതും നമ്മുടെ സന്തോഷത്തിൻ്റെ മാനദണ്ഡമാണ്. അതുകൊണ്ട് മൂന്നാമതൊരു ചിന്ത കൂടെ ചേർത്ത് വെച്ചാൽ, ശിക്ഷ മാറ്റുക മാത്രമല്ല അവൻ ചെയ്തത്, നിത്യനരകത്തിൽ നിന്ന് നമുക്ക് അവൻ മോചനം പ്രഖ്യാപിച്ചു. ബന്ധനത്തിൽ നിന്നുള്ള വിടുതലാണ് യേശുക്രിസ്തു ക്രൂശിൽ സാധിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ആദാം മുതൽ ക്രിസ്തു വരെയും ക്രിസ്തുവിൻ്റെ സമകാലീനരായും ക്രിസ്തുവിൻ്റെ പുനരാഗമനം വരെയും ലോകത്ത് ദൈവത്തിൻ്റെ സൃഷ്ടിയായി ജനിച്ച് ജീവിച്ച് ചരിച്ച് മരിക്കുന്ന സകല മനുഷ്യരുടെയും സകല പാപങ്ങൾക്കും വേണ്ടിയാണ് അവൻ യാഗമായി തീർന്നത്. അപ്രകാരം ഒരു വലിയ വിടുതൽ കർത്താവിൽ നിന്ന് നാം അനുഭവിക്കുകയാണ്. അവൻ നരകത്തെ തകർത്ത ദൈവമാണ്, പാതാളത്തിൻ്റെ ബന്ധനങ്ങളെ അറുത്ത് കളഞ്ഞ ദൈവമാണ്, പാതാളത്തിൻ്റെ ഇരുമ്പോടാമ്പലുകളെ ഇടിച്ചു തകർത്ത ദൈവമാണ്. അപ്പോൾ നരകത്തിന് മനുഷ്യൻ്റെ മേലുണ്ടായിരുന്ന അധികാരത്തെ തുടച്ചു നീക്കിയവനാണ് കർത്താവ്, നരകത്തിൽ നിന്ന് രക്ഷിച്ചവൻ. നരകമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഭയാനകമായ ഇടമാണ്, സ്നേഹമില്ലാത്ത ഇടമാണ്, സാഹോദര്യമില്ലാത്ത ഇടമാണ്, കൂട്ടായ്മയില്ലാത്ത ഇടമാണ്, സ്നേഹമില്ലാത്ത ഇടമാണ്, പ്രകാശമില്ലാത്ത ഇടമാണ്, സമാധാനമില്ലാത്ത ഇടമാണ്. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നരകം സൃഷ്ടിക്കുന്ന അവസ്ഥകളാണ്. ദൈവമില്ലാത്ത ഇടമാണ് നരകം. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയില്ലാത്ത ഇടമാണ് നരകം, ഇരുട്ടിൻ്റെ സ്ഥലമാണ് നരകം. നരകത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള കത്തുന്ന തീപ്പൊയ്ക എന്നൊക്കെയാണ്. ഇതിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചിരിക്കുന്നു യേശുക്രിസ്തു മുഖാന്തിരം, അവൻ്റെ പരമയാഗം മുഖാന്തിരം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്രയും വലിയ വിടുതൽ കർത്താവ് മുഖാന്തിരം നമുക്ക് സിദ്ധിച്ചിരിക്കയാൽ കർത്താവിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷത്തിൻ്റെ കാരണം ബോധ്യപ്പെട്ട് ഈ സന്തോഷം സ്വായത്തമാക്കണം. ക്രിസ്തീയ ജീവിതം സന്തോഷത്തിൻ്റെ ജീവിതമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മിൽ പലരും നനയ്ക്കുന്നത് സുഖലോലുപതയുടെ, സമ്പൽ സമൃദ്ധിയുടെ, വിദേശ വരുമാനങ്ങളുടെ, പൂർണ്ണാരോഗ്യത്തിൻ്റെയൊക്കെ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ലഭിക്കും. അതാണ് ക്രിസ്തീയ ജീവിതം സന്തോഷത്തിൻ്റെ ജീവിതമാണ് എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡമെന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഒത്തിരി പേർ ആ വിധത്തിലാണ് ക്രിസ്തീയ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണെന്നുള്ളത് വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അബദ്ധമാണ്. ഈ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ക്രിസ്തുവിലുള്ള സന്തോഷത്തിൻ്റെ മാനദണ്ഡം എന്ന് നമുക്ക് ബോധ്യപ്പെടണം. പ്രിയപ്പെട്ടവരെ, നാലാമത് അതോട് ഒരു ചിന്ത കൂടെ ചേർത്ത് വെച്ചാൽ, അത് പിശാചിൻ്റെ പിടിയിൽ നിന്ന്, അവൻ്റെ അധികാരത്തിൽ നിന്ന്, അവൻ ചുമലിൽ വെച്ച നുകത്തിൽ നിന്ന് ദൈവമക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച അത് മുഖാന്തിരം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ആനന്ദമാണ്. അടിമത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവമാണ്. അടിമത്വം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ ജീവിതത്തിൽ ആനന്ദത്തിന് സാധ്യതകളില്ല എന്നാണല്ലോ വരുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ പാപം ചെയ്ത ഒരു മനുഷ്യനെ ആ നിമിഷം മുതൽ പിശാച് അടിമയാക്കി വയ്ക്കുന്നു. അവൻ്റെ ചുമലിൽ നുകം വയ്ക്കുന്നു, അമിക്കയർ കൊണ്ട് പൂട്ടിക്കെട്ടുന്നു. അവൻ തൻ്റെ അടിമ നുകത്തിന് കീഴിൽ ദൈവമക്കളെ അമർത്തി വയ്ക്കുന്നു. ഇപ്രകാരം അടിമ നുകത്തിന് കീഴിൽ അമർത്തി വച്ചിരുന്ന പാപബന്ധിതരായിരുന്ന മനുഷ്യരെ, പിശാചിൻ്റെ പിടിയിലായിരുന്ന മനുഷ്യരെ ക്രിസ്തു തൻ്റെ ക്രൂശിലെ യാഗമുഖാന്തിരം പാപത്തിൻ്റെ നുകം ഒടിച്ച് അമിക്കയർ അറുത്ത് പിശാചിൻ്റെ ബന്ധനങ്ങളെ തകർത്ത് വിടുവിച്ച് ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കി തീർത്തു. ദൈവ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ കൊണ്ടുവന്നു.
ഇത്രയും വലിയ വിടുതൽ കർത്താവ് നമുക്ക് സാധിപ്പിച്ചു തന്നതുകൊണ്ടാണ് പറയുന്നത്, അടിമത്വം നീങ്ങി. ഇപ്പോൾ പിശാചിന് നമ്മുടെ മേൽ അധികാരമില്ല. അവൻ്റെ മുഖം നമ്മുടെ ചുമലിൽ ഇരിക്കുന്നില്ല. അവൻ്റെ മുഖം കർത്താവ് ഒടിച്ചു. അവൻ നമ്മെ കെട്ടിയ അമിക്കയർ അവൻ അറുത്തു. അവൻ നമുക്ക് മോചനം തന്നിരിക്കുന്നു. ഇത്രയും വലിയ വിടുതൽ തന്നതുകൊണ്ടാണ് സന്തോഷിക്കാൻ പറഞ്ഞത്. ക്രിസ്തുവിൽ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞതിൻ്റെ പൊരുളതാണ്. മിസ്രയീമിലെ 430 വർഷത്തെ അടിമത്വം, ഇസ്രായേൽ ജനം തകർന്നും തളർന്നും പോയ ഒരു രംഗമാണ് പ്രിയപ്പെട്ടവരെ. ഈ അങ്ങേയറ്റം തകർന്ന് അടിമത്വം സഹിക്കവയ്യാതെ ചങ്കു പൊട്ടിക്കരഞ്ഞ ഇസ്രായേൽ മക്കൾ വിടുവിപ്പാൻ 10ാമത്തെ ബാധയായി കടിഞ്ഞൂൽ പുത്ര സംഹാരം നടന്ന രാത്രിയിൽ ദൈവജനത്തിൻ്റെ വിടുതലിനു വേണ്ടി സന്ധ്യാസമയത്ത് കുരളിറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തമുഖാന്തിരം കോട്ട കെട്ടി മുദ്രയിട്ട് അതിനുള്ളിൽ മറഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളെ രക്ഷപ്പെട്ടുവെങ്കിൽ അതൊരു സൂചന മാത്രമായിരുന്നു. പ്രിയപ്പെട്ടവരെ, മോറിയാമല മുകളിൽ ഇസഹാക്ക് യാഗമർപ്പിക്കപ്പെടുന്നു. അതിന് പകരമായി ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊടുത്ത ഒരു കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഇസഹാക്ക് വിടുവിക്കപ്പെട്ടുവെങ്കിൽ, അപ്പോൾ ഈ അടിമത്വത്തിൽ നിന്നുള്ള മോചനം ഒരു കുഞ്ഞാടിൻ്റെ രക്തം മൂലം സാധിച്ചപ്പോൾ, മരണത്തിൽ നിന്നുള്ള മോചനം ഒരു കുഞ്ഞാടിൻ്റെ പകരമുള്ള യാഗത്തിലൂടെ നടന്നപ്പോൾ സൂചനകളായി ദൈവം നൽകി. ശാശ്വതമായി മരണത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചനം പ്രഖ്യാപിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ കുഞ്ഞാട്, ആ കുഞ്ഞാടിനെ ചൂണ്ടിയാണ് യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യരോട് പറഞ്ഞത്, ഇതാ പോകുന്നു ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് അന്ന് മിസ്രയീമിൽ സൂചിപ്പിക്കപ്പെട്ട കുഞ്ഞാട്, അന്ന് മോറിയാമലയിൽ പ്രത്യക്ഷപ്പെട്ട കുഞ്ഞാട്, ഇതാ പോകുന്നു ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ കുഞ്ഞാട് നമുക്ക് പകരമായി യാഗമായി തീർന്നത് മുഖാന്തിരം പിശാചിന് പാപം ചെയ്ത മനുഷ്യൻ്റെ മേലുണ്ടായിരുന്ന അധികാരത്തിൻ്റെ നുകം ഒടിക്കപ്പെട്ടു. സന്തോഷിക്കാൻ വകയില്ല പ്രിയപ്പെട്ടവരെ, സന്തോഷിക്കാൻ വകയില്ല. ഇനി പിശാചിന് എൻ്റെ മേൽ അധികാരമില്ല. ഇനി പിശാച് എന്നെ അടിമയാക്കി വയ്ക്കുകയില്ല. അവൻ എന്നെ ഇനി ഭരിക്കുകയില്ല. എൻ്റെ കർത്താവ് എനിക്ക് മോചനം തന്നിരിക്കുന്നു എന്ന ആ വലിയ പരിജ്ഞാനം ഒരാളുടെ ഉള്ളത്തിൽ തട്ടുമ്പോൾ ആ ആൾ അനുഭവിക്കുന്ന പരമാനന്ദത്തിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം. നമ്മൾ ഈ സന്തോഷത്തിൻ്റെ മാനദണ്ഡം ജഡത്തിലും ലോകത്തിലും ജഡപരമായതിലും കുടുംബപരമായതിലും ഒക്കെ തേടിയിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ക്രിസ്തീയ ജീവിതം നയിച്ചിട്ട് എനിക്കൊരു സന്തോഷവും കിട്ടിയില്ലെന്നൊക്കെ പരിഭവം പറയരുത്. എന്ന് ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന ഒത്തിരി പേരുടെ പരാതി, ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല, ഒരു സമാധാനവുമില്ല. എന്തേ കാര്യം? ക്രിസ്തുവിനെ മനസ്സിലാക്കിയില്ല. അവൻ തന്ന വലിയ വീണ്ടെടുപ്പും രക്ഷയും ബോധ്യപ്പെട്ടില്ല. ഇത് ബോധ്യപ്പെടുമ്പോഴാണ് ആത്മസന്തോഷം, ആത്മീയ സന്തോഷം ഒരാളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ വരുന്നത്. ഇനി ഒരു ചിന്ത കൂടെ ഈ സന്തോഷത്തിൻ്റെ മേഖലയിലേക്ക് ചേർത്ത് വെച്ചാൽ, അവൻ നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടോ നമ്മുടെ നടപടി കൊണ്ടോ നമ്മുടെ പാരമ്പര്യം കൊണ്ടോ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാതിരുന്ന മഹത്വം നിറഞ്ഞ സ്വർഗരാജ്യം, ദൈവരാജ്യം നമുക്ക് അവകാശമാക്കി തന്നിരിക്കുന്നു. തൻ്റെ കുരിശിലെ യാഗത്താൽ അവൻ നമ്മെ ഉന്നത സ്ഥാനത്തിന് അർഹരാക്കി തീർത്തിരിക്കുന്നു. എന്താണ് നമുക്ക് തന്ന പദവി? ദൈവമക്കളെന്ന പദവി. ദൈവത്തിനുള്ള സകലത്തിൻ്റെയും അവകാശം ദൈവമക്കൾക്കുള്ളതാണ്. അപ്പനുള്ള സകലത്തിൻ്റെയും അവകാശി മക്കളാണെങ്കിൽ ദൈവത്തിനുള്ള സകലത്തിൻ്റെയും അവകാശി ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന അതിശ്രേഷ്ഠമായ പദവി സ്വന്തം മകനെ പകരം വെച്ച് പാപിയെ പരിത്രാണം ചെയ്ത് സ്വന്തം മക്കളാക്കി തീർത്ത പരമപിതാവായ ദൈവം. എത്ര വലിയ സ്നേഹമാണ് ഇവിടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. എത്ര വലിയ സ്നേഹം നൽകിയവൻ നമുക്ക് സ്വർഗം പകുത്തു തന്നിരിക്കുന്നു സർവാധികാരത്തോടെ. ആ പങ്കിടലിൽ അവൻ നമുക്ക് പകുത്തു വച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഇടമെന്ന് പറയുന്നത് മശിഹാ മണവാളൻ്റെ മണവാട്ടി എന്ന പദവിയാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു പദവിയാണ്. പാപത്തിൽ പൂണ്ട് കിടന്ന്, നാശകർത്തത്തിൽ പതിച്ചു കിടന്ന്, അഴുക്കിലും ചെളിക്കുഴിയിലും വീണ് കിടന്ന് ഈ ലോകത്തിന് അനുരൂപമായി ജീവിച്ച പാപിയെ തങ്കച്ചോരയിൽ കഴുകി പിടിപ്പാക്കി നിർമ്മലീകരിച്ച് തൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ച് ശുഭ്രനിലയെങ്കിൽ ധരിപ്പിച്ച് തൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന മുദ്രമോതിരവും ധരിപ്പിച്ചിട്ട് തൻ്റെ മഹത്വമണവാട്ടിയായി സഭാസന്താനങ്ങളെ വേർതിരിച്ച് നിർത്തിയ പരിശുദ്ധൻ
അവൻ പറയുന്നു, നീ എൻ്റെ മണവാട്ടിയാണ്, നീ എന്നോട് കൂടെ അവകാശിയാണ്. പുത്രൻ തമ്പുരാനുള്ള സകല അവകാശങ്ങളും ദൈവമക്കളെന്ന പദവി പ്രാപിച്ച, കർത്താവിൻ്റെ മണവാട്ടി എന്ന പദവി പ്രാപിച്ച നമുക്കും അവൻ തരുമ്പോൾ ഇതിൽ പരം സന്തോഷത്തിന് മറ്റെന്തോ കാരണം വേണം ദൈവമക്കളെ, മറ്റെന്ത് കാരണം വേണം? അപ്പോൾ ശരിയായ ആത്മസന്തോഷത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജഡീക സന്തോഷമല്ല ക്രിസ്തീയ ജീവിതത്തിൽ അന്വേഷിക്കേണ്ടത്, മാനസിക സന്തോഷമല്ല ക്രിസ്തീയ ജീവിതത്തിൽ അന്വേഷിക്കുക. ജഡീകമായ കഷ്ടതകളും ജഡീകമായ വേദനകളും ജഡീകമായ പരിമിതികളും ജഡീകമായ രോഗങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. മാനസികമായ ആഘാതങ്ങളും മാനസികമായ നൊമ്പരങ്ങളും മാനസികമായ വ്യഥകളും വേദനകളും മാനസികമായ തകർച്ചകളും തളർച്ചകളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഇതിനെ മറികടക്കുന്ന ആത്മീക സന്തോഷം കൊണ്ടാണ് ക്രിസ്ത്യാനി അലങ്കൃതമാകേണ്ടത്. നമ്മൾ നമ്മളെ ഒന്ന് പരിശോധിക്കണ്ടേ? ഈ കണ്ട കാലം അത്രയും ക്രിസ്തീയ ജീവിതം നയിച്ചിട്ട് സന്തോഷത്തിൻ്റെ ജീവിതം കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അത് സാധിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്? ക്രിസ്തുവിനെ കണ്ടെത്തേണ്ടതുപോലെ കണ്ടെത്തിയിട്ടില്ല, അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല, ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ അടിവരയിട്ട് പറഞ്ഞു, ക്രിസ്തുവിൽ, കർത്താവിൽ സന്തോഷിപ്പീൻ എന്നാണ് പറഞ്ഞത്. കർത്താവിൽ സന്തോഷിക്കുന്നതാണ് ശരിയായ സന്തോഷം. അത് മാത്രമാണ് ശാശ്വതവും നിലനിൽക്കുന്നതുമായ സന്തോഷം. മറ്റ് സന്തോഷങ്ങളൊന്നും സന്തോഷങ്ങളല്ല, അതൊക്കെ ഒരുതരം മായ കാഴ്ചകളാണ്. ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ വശംവദരായി ഈ വക മായാ സന്തോഷങ്ങൾ തേടി അതിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ച് ആയുസ് പാഴാക്കുമ്പോൾ ശാശ്വതമായ സന്തോഷം അന്യപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നാം ഇടയ്ക്കൊന്ന് പരിശോധിക്കണം. ഈ സന്ദേശങ്ങളെല്ലാം സ്വയപരിശോധനയ്ക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ്, സ്വയം വിലയിരുത്തലിന് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ്, സ്വന്തം ജീവിതത്തെ ഒന്ന് രൂപപ്പെടുത്താനുള്ള സന്ദേശങ്ങളാണ്. ദൈവം അങ്ങനെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ക്രിസ്തീയ ജീവിതം സന്തോഷത്തിൻ്റെ ജീവിതമാണ്. കൊല്ലുവാൻ കൊണ്ടുപോകുന്നു എന്നറിഞ്ഞിട്ടും ആർത്തുല്ലസിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാൻ വിശുദ്ധ സഹോദരന്മാർക്ക് സാധിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ സന്തോഷം അവരുടെ ഹൃദയത്തിൽ അലയടിച്ചിരുന്നത് കൊണ്ടാണ്. റോമൻ പീഡനകാലത്ത് വൈകുന്നേരം ഉദ്യാനങ്ങളിൽ അവിടെ ഇവിടങ്ങളിൽ നട്ടുവെച്ചിട്ടുള്ള ഇരുമ്പ് തൂണുകളിൽ ഇരുമ്പ് കമ്പി കൊണ്ട് വരിഞ്ഞു മുറുക്കിക്കെട്ടി തലയിലൂടെ എണ്ണയും നെയ്യും പകർന്ന് പച്ച ജീവനോടെ ദൈവമക്കളെ കത്തിച്ചിട്ട് ആ വെളിച്ചത്തിൽ സന്ധ്യാകാലത്ത് റോമാക്കാർ നൃത്തം ചെയ്തപ്പോൾ യാതൊരു വാട്ടവും കൂടാതെ ആർത്ത് പാടി സ്തുതിച്ച് ശബ്ദം നിലയ്ക്കുവോളം ആളിക്കത്തുന്ന തീക്കുള്ളിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചവരെ അതിന് ശക്തീകരിച്ചത് എന്താണെന്നറിയാം? ഈ ക്രിസ്തുവിലുള്ള സന്തോഷമാണ്. മൃഗയുദ്ധം ചെയ്തപ്പോഴും അതുപോലെ തന്നെ പൽചക്രത്തിനടിയിലൂടെ അമർന്ന് അതിവേദന സഹിക്കേണ്ടി വന്നപ്പോഴും കോൽ കൊണ്ടടിക്കപ്പെട്ടപ്പോഴും കല്ലേറ് കൊണ്ടപ്പോഴും സിംഹങ്ങൾക്ക് തീറ്റയായി മാറിയപ്പോഴുമൊക്കെ പതറാതെ ദൈവമക്കൾ വീറോടെ നിന്ന് പോരാടാൻ കാരണം എന്താണ്? ഈ ക്രിസ്തുവിലുള്ള സന്തോഷമാണ്. കല്ലേറുകൊണ്ട് ശരീരഭാഗങ്ങൾ ചിതറിത്തെറിക്കുമ്പോൾ സ്തേഫാനോസ് ശമ്മാസിൽ നിന്ന് ജ്വലിക്കുകയായിരുന്നു, ആർത്തട്ടഹസിച്ച് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. എങ്ങനെയാണ് സാധിച്ചെന്നറിയാമോ? ക്രിസ്തുവിലുള്ള സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, അവരൊക്കെയാണ് ഈ സഭയ്ക്ക് വളമായി തീർന്നത്. അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ ചോരയാണ് ഈ സഭയുടെ വളർച്ചയ്ക്ക് വളമായി തീർന്നത്. അവരാണ് സത്യവിശ്വാസം തലമുറകൾക്ക് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ച് കൈമാറ്റം ചെയ്തു. നമ്മളൊക്കെ ഇപ്പോൾ സുഖത്തിൻ്റെ മധ്യത്തിൽ ദൈവാരാധന തേടുന്നവരാണ്. നമ്മളൊന്നും ഛേദം ചെയ്തിട്ടുള്ളവരല്ല. തിരിച്ചറിയുക, ക്രിസ്തീയ ജീവിതം ആത്മസന്തോഷത്തിൻ്റെ ജീവിതമാണ്. ഈ മഹാസന്തോഷം ജീവിതത്തിൽ കണ്ടെത്തുന്നതായിരിക്കട്ടെ നമ്മുടെ ക്രൈസ്തവ ജീവിതമെന്ന ദൈവനാമത്തിൽ ഇന്ന് ആത്മാവ് നമുക്ക് പരിജ്ഞാനം തരികയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് എത്ര മനോഹരമായി ഇന്ന് സംസാരിച്ചിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം സന്തോഷത്തിൻ്റെ ജീവിതമാണ്. ജഡീക സന്തോഷത്തിൻ്റെ അല്ല,
മാനസിക ഉല്ലാസത്തിൻ്റെ അല്ല, ആത്മസന്തോഷത്തിൻ്റെ ജീവിതമാണ്. അതെങ്ങനെയാണ് സിദ്ധിക്കുന്നതെന്ന്, അതെന്തെല്ലാമാണെന്ന് ഇന്ന് ഞങ്ങളെ വരച്ച് കാണിച്ച് പഠിപ്പിച്ചല്ലോ. ഇത് കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തി അതിന് യോഗ്യമാവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി വിശുദ്ധിയിൽ വളരുവാൻ, ആത്മസന്തോഷത്തിൽ ജീവിക്കുവാൻ, അതിൽ പൂർണ്ണത കണ്ടെത്തുവാൻ, അങ്ങനെ തിരുസന്നിധിയിൽ യോഗ്യതയുള്ളവരായിരിക്കാൻ കൃപയാൽ ഞങ്ങളെ സഹായിക്കണം. നല്ലവനായ ദൈവമേ, പാദപീഠത്തിൽ ഞങ്ങളെ വിനയപ്പെടുത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.